നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൻ്റെ 3ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേരെന്താണ്? ഹം ഏക് ഹേ, നമ്മളൊന്നാണ്. ഇതിലെ ആദ്യത്തെ പാഠഭാഗമായ ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് മൈഥിലി ശരൺഗുപ്തിൻ്റെ 2 വരി കവിതകൾ ഇവിടെ ഇൻട്രൊഡക്ഷനായി നൽകിയിരിക്കുന്നു. അതൊന്ന് പരിചയപ്പെടാം. വഹി ഉദാർ ഹേ പരോപകാർ ജോ കരെ. ആഹാ, വഹി ഉദാർ ഹേ പരോപകാർ ജോ കരെ. വഹി ഉദാർ ഹേ എന്ന് പറഞ്ഞാൽ ആരാണോ ഉദാരമതി എന്ന് പറയുന്നത്, ആരാണോ ഉദാരമതി? പരോപകാർ ജോ കരെ, പരോപകാരം ചെയ്യുന്ന ഒരാളെ നമുക്ക് ഉദാരമതി എന്ന് വിളിക്കാം. വഹി മനുഷ്യ ഹേ കി ജോ മനുഷ്യക്ക് ലിയെ മരെ, മറ്റൊരു മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ കൂടി മടിയില്ലാത്തവനെ നമുക്ക് യഥാർത്ഥ മനുഷ്യൻ എന്ന് വിളിക്കാം. മൈഥിലി ശരൺഗുപ്ത ആരാണ് കൂട്ടുകാരെ? നമ്മുടെ രാഷ്ട്രകവിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രതിധ്വനിക്കുന്നത് എപ്പോഴും രാഷ്ട്രസ്നേഹമാണ് അല്ലേ. ഇത് മനുഷ്യത എന്ന് പറയുന്ന ഒരു കവിതയിലെ 2 വരിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലേ ഗയി. ഇത് പ്രോക്തി ലേഖ് ആണ്. ലേഖ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ലേഖനമല്ലെങ്കിൽ ആർട്ടിക്കിളാണ്. എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശ്. സ്വയം പ്രകാശ് ഹിന്ദിയിലെ ഒരു കഹാനികാരാണ്, അതായത് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം മധ്യപ്രദേശിൽ ജനിച്ചു. ആയിക അച്ഛേ ദിനഫി ബീച്ച് മേ വിനയ് സൂരജ് കബ് നികലേക തുടങ്ങിയ ഒട്ടേറെ രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് രംഗേരാഗ് പുരസ്കാരവും പഹൽ സമ്മാനവും ഒക്കെ നൽകി ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. जब अंग्रेज़ों के अंतिम वाइसरॉय लॉर्ड माउंटबैटन भारत में आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. നമ്മുടെ അവസാന വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഉനോനെ സോച്ച, അദ്ദേഹം ചിന്തിച്ചു. എന്ത് ചിന്തിച്ചു? ഗാന്ധിജി സെ ബാത്ത് കിയെ ബഗേർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്ത, ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തോ പരമ്പരാനുസാർ ഉനോനെ ഗാന്ധിജി കോ ചായ പർ ബുലായ, പരമ്പര അനുസരിച്ച് ഗാന്ധിജിയെ ചായ സൽക്കാരത്തിന് വിളിച്ചു. അവർ ഗാന്ധിജീനെ യഹ് ആമന്ത്രൺ സ്വീകാർ ഫി കർ ലിയ. ആമന്ത്രൺ എന്താണ് കൂട്ടുകാരെ? ക്ഷണം, ഇൻവിറ്റേഷൻ. നമ്മൾ അദ്ദേഹത്തിന് ആ ക്ഷണം ഗാന്ധിജി സ്വീകരിച്ചു. അർത്ഥം ഞാൻ ഈ പാഠത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകും. കൂട്ടുകാർ അറിഞ്ഞൂടാത്ത വാക്കുകൾ അപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ കുറിച്ചിടുക. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. ഇപ്പോൾ വൈസ്രോയ് ഭവനിൽ ഗാന്ധിജിക്കുള്ള ചായ പാർട്ടി, ചായ സൽക്കാരത്തിനുള്ള ഭാരി നല്ല തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഗാന്ധിജി ചായ പിയേഗി യാ ദൂത്ത്, ഇത് അവരുടെ സംശയങ്ങളാണ് ഈ പറയുന്നത്. ഗാന്ധിജി ചായ കുടിക്കുമോ അതോ പാലാണോ കുടിക്കുന്നത്? വേ ശാകാഹാരി ഹേ യാ മാംസാഹാരി, അദ്ദേഹം സസ്യാഹാരിയാണോ അതോ മാംസാഹാരിയാണോ, വെജാണോ നോൺ വെജാണോ എന്നാണ് ഉദ്ദേശിച്ചത്. കുർസി മേസ് പർ ബൈഠ്കർ നാശ്ത കരേഗ യാ ഫർഷ് പർ ബൈഠ്കർ. കുർസി മേഷ് പർ എന്നിവിടെ ഉദ്ദേശിച്ചത് അദ്ദേഹം ഡൈനിങ് ടേബിളിൽ ഇരുന്നായിരിക്കുമോ നാശ്ത ലഘുഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫർഷ് എന്ന് പറഞ്ഞാൽ നിലത്ത് തറയിലിരുന്നായിരിക്കുമോ കഴിക്കുന്നത്. രസോയിയെ, ഇവിടെ രസോയിയെ എന്ന് പറഞ്ഞാൽ, രസോയി എന്ന് പറഞ്ഞാൽ അടുക്കള, രസോയിയെ എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ എന്തായിരിക്കണം? ബ്രാഹ്മൺ ഹോന സരൂരിഹെ, ബ്രാഹ്മണനായിരിക്കണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടായിരിക്കുമോ? യാ കോയി ഫി ചലേക, അത് ആരായാലും മതിയോ?
उस दिन गांधी जी का उपवास तो नहीं रहेगा. ഇനി ഗാന്ധിജി വരുന്ന ദിവസം ഇനി അദ്ദേഹം ഉപവാസം വല്ലതും ഉണ്ടായിരിക്കുമോ അദ്ദേഹത്തിന്? ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര പേരുണ്ടാകും? പിന്നെയോ വരുന്നവരൊക്കെ ക്യാ ഖായെങ്കെ, അവരെന്തായിരിക്കും കഴിക്കുന്നത്? ഗാന്ധിജിക്കോ നാഷ്തേമേ ക്യാ ഖാന പസന്ത് ഹേ, എന്ന ലഘുഭക്ഷണത്തിന് എന്തായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം? ഇവിടെ നാഷ്ത എന്ന് പറയുമ്പോൾ ലഘുഭക്ഷണമെന്നും പ്രഭാത ഭക്ഷണമെന്നും അർത്ഥമുണ്ട് കൂട്ടുകാരെ. നാഷ്ത പക്കാനെ, അതായത് ഉസേ പക്കാനെ എന്ന് പറഞ്ഞാൽ നാഷ്ത. പക്കാനെ കേലിയെ രസോയിയ കഹാസെ ബുലുവ ജായങ്ക, അതായത് നമ്മുടെ പാചകക്കാരനെ എവിടെ നിന്ന് വിളിക്കണം, അവർ സാമഗ്രിയ കഹാസെ മംഗവായി ജായങ്കി, സാധനങ്ങളൊക്കെ എവിടെ നിന്ന് വാങ്ങണം, വഗേര വഗേര തുടങ്ങിയ. ശ്രീമതി മൗണ്ട് ബാറ്റനെ ഇസ്കാ സാരാ സിമ്മ ഖുദ്സേലിയ. ഇവിടെ സിമ്മ എന്ന് പറഞ്ഞാൽ സിമ്മേദാരി തന്നെയാണ്, ഉത്തരവാദിത്തം എന്നാണ് അർത്ഥം. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ആരെ ഏറ്റെടുത്തു? ശ്രീമതി മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഗർമിയോങ്കെ ദിൻധെ, എങ്ങനത്തെ കാലമായിരുന്നു? ആ സമയത്ത് വേനൽക്കാലമായിരുന്നു. ജിസ് കമരേമേം ഗാന്ധിജി കോ बिठाना था उसे एक घंटा पहले से रूम कूलर चलाकर पूरी तरह ठंडा कर लिया गया. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഗാന്ധിജീനെ ക്ഷണിക്കാൻ ഉദ്ദേശിച്ച ആ റൂമിൽ റൂം കൂളർ ചലാക്കർ, കൂളർ വർക്കാക്കി പൂരി തരഹ് ठंडा कर लिया. 1 മണിക്കൂർ മുമ്പ് തന്നെ കൂളറൊക്കെ വെച്ചിട്ട് ആ റൂം നന്നായിട്ട് തണുപ്പിച്ചിട്ടു. ഉസ് സമാനെ മേ പൂരെ ഹിന്ദുസ്ഥാൻ മേ ഏക് ഹി റൂം കൂളർ ദാ. ആ സമയത്ത് നമ്മുടെ ഭാരതത്തിൽ ആ ഒരൊറ്റ കൂളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്സത്തോ ഗാന്ധിജിക്കോ ആരാം ദേനഹിത, ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഗാന്ധിജിക്ക് പൂർണ്ണമായ അതായത് വിശ്രമം നൽകുക എന്നുള്ളതായിരുന്നു. ലേക്കിൻ ബസ് യഹീ സെ ഗഡ്ബഡ് ശുരു ഹോ ഗയി. പക്ഷേ ഇതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. നമ്മുടെ ഗാന്ധിജി റൂം കൂളറിലോ AC-യിലോ ഒക്കെ ഇരിക്കുന്ന ആളാണോ? അല്ലല്ലോ. ഗാന്ധിജിക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് നോക്കാം. ഗാന്ധിജി അപ്പിനെ ധോത്തീസെ, ഇപ്പോൾ ഗാന്ധിജി അവിടെ എത്തിയിട്ടുണ്ട്. ഗാന്ധിജി അപ്പിനെ ധോത്തീസെ അച്ചി തരഹ് ബതൻ ലപേട്ട് കർ ഉസ് കമരേ മേം അപ്പിനെ കുർസി പർ സിഗുഡ് സിമട്ട് കർ ബൈഠ് ഗയെ അവർ മുനാനെ ലഗെ. നമ്മുടെ ഗാന്ധിജി ധോത്തി എന്ന് പറഞ്ഞാൽ മേൽമുണ്ട്. നമ്മൾ ഗാന്ധിജി കാണുമ്പോഴൊക്കെ ഒരൊറ്റ മുണ്ടും തോളിലൊരു മേൽമുണ്ടുമാണ് വസ്ത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ മേൽമുണ്ടെടുത്ത് ബദൻ, എൻ്റെ ശരീരത്തിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ആ മുറിയിൽ അപ്പനി കുർസി പർ, തനിക്കാൻ നൽകിയ കുർസി കസേരയിൽ സിക്കുട്ട് സിമ്മടുക്ക്. എന്താണ് സിക്കുട്ട് സിമ്മടുന്ന എന്ന് പറഞ്ഞാൽ ചുരുങ്ങി അല്ലെങ്കിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നതിനെയാണ് സിഗുഡ് സിമ്മഡന എന്ന് പറയുന്നത്. ചുരുണ്ടുകൂടി ആ കസേരയിലിരിക്കുകയാണ് ചെയ്തത്. അവർ മുനാനെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അസ്വസ്ഥത പ്രകടമാക്കുകയാണ് ചെയ്തത്. ലോർഡ് മൗണ്ട് ബാറ്റൻ ഉൻസെ ബഡി ബഡി രാജ്നീതിക്ക് ബാധ്യം കർ രഹേ थे. ഈ സമയത്തൊക്കെ നമ്മുടെ ബാറ്റൻ, നമ്മുടെ വൈസ്രോയി, അദ്ദേഹത്തോട് വളരെ വലിയ രാജനീതി പൊളിറ്റിക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഗാന്ധിജി ബഡേ അൻമനേപ്പൻസെ, എന്താ അൻമനേപ്പൻ? ആബ്സെൻറ്റ് മൈൻഡായിട്ടിരിക്കുക, ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് ഹാ എന്നും ഹൂ എന്നും ഒക്കെ കിയേ ജാരായത് മൂളിക്കൊണ്ടിരുന്നു. ആക്കർ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വൈസ്രോയ്ക്ക് എന്ന് തോന്നിക്കാണും. ആക്കർ വൈസ്രോയിനെ പൂച്ചാക്കി ബാത് ക്യാ ഹേ, എന്താണ് കാര്യം? ഗാന്ധിജി പറഞ്ഞു, ഈ കൂളർക്കോ പ്ലേസ് ബന്ദ് കർ ദീജിയെ, ഈ കൂളറൊന്ന് ദയവായി നിർത്താമോ? മുझे സർദി ലഗ് രഹി ഹേ, എനിക്ക് തണുക്കുന്നു. इस तरह अपनी, അടുത്ത പാരഗ്രാഫാണ്, इस तरह अपनी शान दिखाने का पहला मौका വൈസ്രോയ് സെ ചീൻ ഗയ. ഇപ്രകാരം നമ്മുടെ വൈസ്രോയുടെ ഷാൻ ദിഖാന, പ്രൗഢി കാണിക്കാനുള്ള ഒരു അവസരം ഗാന്ധിജി ചീൻ ഗയ, തട്ടിക്കളഞ്ഞു.
പോട്ടെ. ഖൈർ ബാത്തേം ഹോ രഹി, എന്നാലും സംസാരം തുടരുകയാണ് വൈസ്രോയുടെ. ലേക്കിൻ ഗാന്ധിജീനെ കോയി ഖാസ് രുചി നഹി ലി, പക്ഷെ നമ്മുടെ ഗാന്ധിജി കോയി ഖാസ് രുചി പ്രത്യേകം താല്പര്യമൊന്നും കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ മൗണ്ട് ബാറ്റൺ എന്ത് തോന്നിക്കാണും നോക്കാം. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി അദ്ദേഹം വീണ്ടും ചോദിച്ചു, ക്യാ ബാത് ഹേ, എന്താണ് കാര്യം? അപ്പോൾ ഗാന്ധിജി വീണ്ടും എന്താ പറഞ്ഞത് നോക്കാം. ഗാന്ധിജി ബോലെ, मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी घड़ी चुरा ली, ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ തീവണ്ടിയിൽ ഒരാൾ എൻ്റെ വാച്ച് മോഷ്ടിച്ചു. കൂട്ടുകാർ, ഗാന്ധിജി വാച്ച് കിട്ടുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ കയ്യിൽ കിട്ടുന്ന വാച്ചല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഘടി എന്ന് പറയുമ്പോൾ ഗാന്ധിജി നമ്മുടെ പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ, ഒരു ചെയിനിലൊക്കെ തൂക്കിയിട്ടിട്ട് അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന തരം വാച്ച് നമ്മുടെ ഗാന്ധിജിയുടെ പിക്ചറിൽ അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. ഏകദേശം ഇതുപോലെ. ബാക്കി നോക്കാം. വഹ് ബഹുത്ത് പുരാനി ഘടി തി, അത് വളരെ പഴയ ഒരു വാച്ചായിരുന്നു. അവർ മുझे ബഹുത്ത് പ്യാരി തി, എനിക്ക് പക്ഷേ അത് വളരെ ഇഷ്ടമായിരുന്നു. മേം ഉസെ യഹാം, ഞാൻ ആ വാച്ചിനെ ഇവിടെ, ഇസ് തരഹ്, ഇങ്ങനെ, അപ്പനി ധോത്തിമേ, തൻ്റെ മുണ്ടിൽ, കമർ സെ ടാങ്കെ രഹത്താത, അതെ അരയിൽ തൂക്കിയിടുമായിരുന്നു. അവർ ജബ് ചാഹേ, എനിക്ക് തോന്നുമ്പോൾ, നിക്കാൽക്കർ ടൈം ദേക്ക് ലേതാത, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അരയിൽ നിന്നെടുത്ത് സമയം നോക്കും, തിരിച്ച് അതുപോലെ വയ്ക്കുമായിരുന്നു. മേ റോസ് സോനെ സെ പെഹലെ നിയമ സെ ഉസ്മേ ചാവി ഫർത്താത, ചാവി ഫർന കീ തിരുമുക, പണ്ടത്തെ വാച്ചാണ്, കീയൊക്കെ കൊടുത്തിട്ടുള്ള വാച്ചായിരുന്നു. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ അതിൽ ചാവി അല്ലെങ്കിൽ കീ തിരുക്കുമായിരുന്നു. പത്താനഹി കോൺ ഉടാലേ ഗയ, ആരാണ് കൊണ്ടുപോയെന്നറിയില്ല, അവർ ക്യൂം, എന്തിനാണ് കൊണ്ടുപോയെന്നും അറിയില്ല. അവർ ഗാന്ധിജി അഫ്സോസ്മേ ഡൂബ് ഗയെ, ഇത് പറഞ്ഞ് ഗാന്ധിജി തൻ്റെ ഖേദത്തിൽ അല്ലെങ്കിൽ സങ്കടത്തിൽ മുങ്ങി. വൈസ്രോയിനെ ഭി അഫ്സോസ് സാഹിർ കിയ, അദ്ദേഹം അതിൽ പങ്കിട്ടു, അതായത് അദ്ദേഹവും സങ്കടത്തിൽ പങ്കുചേർന്നു. लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए, ഒരു ചെറിയ പഴയ വാച്ചിന് വേണ്ടി, യഹ് ആദ്മി, ഈ മനുഷ്യൻ, വൈസ്രോയ്ക്ക് ദാവത്ത് ജയ്സെ സിന്ദഗി സെ സബ്സെ ചാൻദാൻ മോക്കെ, നമ്മുടെ വൈസ്രോയി നൽകുന്ന ദാവത്ത്, വളരെ വലിയ സദ്യ, അതെന്താണ്, സിന്ദഗിക്ക് സബ്സെ ഷാന്താർ മോക്കെ, ജീവിതത്തിൽ തന്നെ നല്ല ഒരു അവസരമാണ്. അതിൻ്റെ മസാ കിർകിറ ക്യോം കർ രഹേ, അതിൻ്റെ രസം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? കൂട്ടുകാർ, മസാ കിർകിറ എന്ന് വായിക്കരുത്, അത് മസാ കിർകിറ കർന എന്ന് പറഞ്ഞാൽ അതിൻ്റെ രസം നഷ്ടപ്പെടുത്തുക എന്നാണ് അർത്ഥം. ക്യാ ഇസേ ഏക്ക് നയി കടി ദിലാദോ, ഇദ്ദേഹത്തിനൊരു പുതിയ വാച്ച് വാങ്ങിച്ചു കൊടുത്താലോ? ലേക്കിൻ യഹ് മാനേക തോടി, അദ്ദേഹം അത് സമ്മതിക്കത്തില്ല, ഇഷ്ടപ്പെടത്തുമില്ല. യഹ് തോ യഹി കഹേഗ, അദ്ദേഹം എന്തേ പറയത്തുള്ളൂ, മുझे അപ്നി വഹി പുരാനി ഘടി ചാഹി, എനിക്ക് തൻ്റെ അതേ പഴയ വാച്ച് തന്നെ വേണം എന്നേ പറയൂ. നമ്മുടെ വൈസ്രോയ്ക്ക് മനസ്സിലായി. ഖൈർ, പോട്ടെ. ജബ് നാഷ്തേക്ക് ബാരി ആയി തോ ഗാന്ധിജി ഫോലാപ്പൻ സെ ബോലെ, ആഹാരം കഴിക്കാനുള്ള സമയമായപ്പോൾ നമ്മളെ ഗാന്ധിജി നിഷ്കളങ്കതയോടെ പറഞ്ഞു, ആപ്പ് ലോഗ് ലീജിയെ, നിങ്ങൾ കഴിച്ചോ, മേ തോ അപ്ന നാഷ്ത സാത്തിലായാഹും, ഞാൻ എൻ്റെ ആഹാരം കൂടെ കൊണ്ട് വന്നിട്ടുണ്ട്. അടുത്തത് സോച്ചോ, ആലോചിക്കൂ, ഇത് നമ്മുടെ റൈറ്റർ പറയുന്നതാണ് നമ്മളോട്. സോച്ചോ കിത്തിനി ലോഗുമേ ഇത്തിനി ഹിമ്മത്ത് ഹോഗി കി രാജ, അതായത് ഇത്രയും മനുഷ്യരിൽ ഇങ്ങനെ ഒരാൾക്ക് ധൈര്യമുണ്ടാകുമോ? കി രാജ നാഷ്തേ പർ ബുലായെ അവർ വേ കഹദേ ആപ് ലീജിയെ,
मैं तो अपना नाश्ता साथ लाया हूँ. രാജാവ് ഒരു സദ്യ കൊടുക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ തിന്നു, എൻ്റെ ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെ പറയാൻ എത്ര പേർക്ക് ധൈര്യം കാണും? നമ്മുടെ വൈസ്രോയി എന്താണ്, ബ്രിട്ടൻ്റെ പ്രതിനിധിയാണല്ലേ, ബ്രിട്ടൻ്റെ മൊത്തം പ്രതിനിധിയാണ് നമ്മുടെ വൈസ്രോയി. അപ്പോൾ വൈസ്രോയിയുടെ അടുത്ത് പറയുന്നു നിങ്ങൾ കഴിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറയാൻ ഗാന്ധിജിക്ക് ധൈര്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. തഫി ഗാന്ധിജിക്ക് സാത്ത് ഗയി ഉൻകി സഹയോഗി ആരാണ്? സഹപ്രവർത്തകൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ കൂടെ വന്ന സഹപ്രവർത്തകൻ ഖാദിക്ക് ഏക്ക് പുരാനി തൈലി, ഖാദിയിലുള്ള പുരാനി തൈലി സഞ്ചി, ഖാദി തുണിയിൽ നിർമ്മിച്ച ഒരു പഴയ സഞ്ചിയിൽ നിന്നും ഏക്ക് ഛോട്ടാ സാ ഡിബ്ബ, ഒരു കൊച്ചു ഡിബ്ബ, ഒരു ടിന്നെടുക്കുകയും ഏക്ക് ചമ്മച്ച് നികാലക്കാർ, ഒരു സ്പൂൺ എടുത്ത് ഗാന്ധിജിക്ക് സാമനെ രഖ് ദിയ, ഗാന്ധിജിയുടെ അടുത്ത് കൊണ്ടുവച്ചു. ഡിബ്ബെ മേം ബക്കരിക്ക് ദൂത്ത് സെ ബന ദഹി ദി, അത് ആട്ടിൻ പാൽ കൊണ്ടുണ്ടായിരുന്ന തൈരായിരുന്നു. അവർ ചമ്മച്ച് ഹാലാക്കി ടൂട്ടാ ഹുവാദ, സ്പൂൺ എങ്ങനത്തതായിരുന്നടേ, ഒരു പൊട്ടിയ സ്പൂണായിരുന്നു. ലേക്കിൻ ഉൻകെ ടൂട്ടെ ഹത്തെ പർ ലക്കടി കി കബച്ചി ധാഗെ സെ ബാന്ധ് ദി ഗയി തി, സ്പൂൺ പൊട്ടിയതായിരുന്നു. അതെങ്ങനെ പൊട്ടിയതാണ്? അതിൻ്റെ പിടി പൊട്ടി. പിടിക്ക് പകരം അവിടെ എന്താ ഉള്ള? ലക്കടി എന്നാണ്. ലക്കടി തടി കൊണ്ടുള്ള, കബച്ചി എന്താണ്? തടി കൊണ്ടുള്ള കമ്പ്. കബച്ചി എന്ന് പറഞ്ഞാൽ കമ്പാണ്. സ്പൂണിൻ്റെ പിടിക്ക് പകരം എന്താണ്? ഒരു കമ്പ്. അതെങ്ങനെ വെച്ചിരിക്കുന്നു? ധാഗെ എന്ന് പറഞ്ഞാൽ ചരട് കൊണ്ട്, ബാന്തിന കെട്ടുക. സ്പൂണിൻ്റെ ആ ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പൊട്ടി ഒരു കമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നു. ഇത് കണ്ടെന്ത് അവരെന്ത് ചെയ്ത് കാണും? വൈസ്രോയി മൗണ്ട് ബാറ്റനും അവരുടെ പത്നി ഗാന്ധിജി കോ ദേഖ്തേ രഹേ, ഇത് കണ്ട് അവർക്ക് അന്തം വിട്ട് ഗാന്ധിജിയെ നോക്കിക്കൊണ്ട് നിന്നു. ഇനി നോക്കാം. ആജ് സോച്തേ ഹേ തോ ലഗ്താ ഹേ ഗാന്ധിജി കെ ഇസ് വ്യവഹാർ കെ പീछे ഫി കോയി കൈ ബാത്തേം ചിപ്പി ഹുയി തി. ഇനി നമ്മുടെ റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവാണ് നമ്മൾ വായിക്കുന്നത്. ഇത്രയും ഒരു സംഭവം, ഒരു ഘടനയായിരുന്നു. ഇനി ഇതിനെപ്പറ്റി നമ്മുടെ റൈറ്ററിൻ്റെ സ്വന്തം അഭിപ്രായമാണ് കേൾക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഈ സംഭവം വായിച്ചിട്ട് റൈറ്റർ പറയുകയാണ്, ഈ ആജ് ഹേത്തോ എന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നു ഗാന്ധിജിയുടെ ഈ പെരുമാറ്റത്തിന് പിന്നിൽ കൈ ബാത്തേം ചിപ്പി ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു, മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്? രാജ്നീതി മേം അക്സർ കുച്ച് ബാത്തേ ബഗേർ കഹീ ദി ജാതി ഹെ, രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും പറയാതെ തന്നെ പറയാൻ കഴിയും. ബഗേർ കഹേ, പറയാതെ തന്നെ, കഹ് ദി ജാതി ഹെ, പറയാൻ കഴിയും, പറയാതെ പറയുക. എങ്ങനെ നോക്കാം? റൂം കൂളർ ബന്ദ് കർനെ വാല ക സീത മത്ലബ്, അതായത് റൂം കൂളർ ബന്ദ് കർവാനേക്ക, ബന്ദ് കർനെ നിർത്താൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? മത്ലബ് നയി വൈസ്രോയിക്കോ യഹ് സന്ദേശ് ദേന ഹേ, ഇങ്ങനൊരു സന്ദേശം നൽകണം അദ്ദേഹത്തിന്. എന്താണ്? कि ठंडे कमरे में बैठकर हिंदुस्तान पर हुकूमत नहीं की जा सकती, ഒരു തണുത്ത മുറിയിൽ അല്ലെങ്കിൽ AC മുറിയിൽ ഇരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാൻ്റെ റൂൾ അല്ലെങ്കിൽ ഭരണം നടത്താൻ കഴിയില്ല. ഗാന്ധിജി ഇങ്ങനെയുള്ള ആളായിരുന്നു. അതെ, പൊരിവയലത്തും കാൽനടയായിട്ട് ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ AC റൂമിൽ അടച്ചിരുന്ന് ഒരു രാജ്യത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനെ ഭരിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്ത് ചെയ്യണം? ഹംസെ ബാത് കർണി തോ, നമ്മളോട് സംസാരിക്കണമെങ്കിൽ, തോ ബാഹർ ധൂപ്പ് മേ, വെയിലത്ത്, അവർ ഖുലി മൈതാൻ മേ, തുറസായ മൈതാനത്തിൽ വരണം. അതായത് പ്രശ്നങ്ങൾ സംസാരിക്കാൻ ജനങ്ങളുടെ മധ്യത്തിൽ നടുവിലെത്തണം. खड़ी होने की बात को इतना बढ़ा चढ़ाकर कहने का आशय, ഈ വാച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളത്
വളരെ പൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? ആശയഹ് ജത്താനാഥ, ഇത് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു. कि ब्रिटिश राज का दुनिया के सामने तुम इतना ढोल पीटते हो और गुण गाते हो, उसमें मेरी ഘടി തക്ക് സുരക്ഷിത നഹി. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ഭരണം ദുനിയാക്കെ സാമനെ, ലോകത്തിന് മുന്നിൽ ഇതിനാ ഡോല് പീട്ടത്തേഹോ, എങ്ങനെ ഡോല് പീട്ടനാന്ന് പറഞ്ഞാൽ കൊട്ടിഘോഷിക്കുക, തങ്ങളുടെ ഭരണം ഇത്ര നല്ലതാണെന്ന് കൊട്ടിഘോഷിക്കുന്നുണ്ട്. പിന്നെയോ ഗുണഗാനങ്ങൾ പാടുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് പോലും സുരക്ഷിതമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ വാച്ച് കളഞ്ഞു പോയത് വളരെ ബടാ ചടാക്കർക്ക്, അതായത് പൊലിപ്പിച്ച് കാട്ടി പറഞ്ഞത്. ബാക്കി അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. और इनका असर क्या हुआ? പക്ഷേ ഈ ഒരു മൗണ്ട് ബാറ്റൻ്റെയും ഗാന്ധിജിയുടെയും ചർച്ചയുടെ ഫലം, അസർ എന്തായിട്ടുണ്ടാവാം? അകലെ दिन के समाचार पत्रों में इस बारे में കോയി സമാചാർ നഹീന്ത. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള ചർച്ച വളരെ വിഷയമായിട്ട് പത്രത്തിൽ വന്നില്ല. പിന്നെ എന്താ വന്നത്? സമാചാർ മേ നഹീ ഥി കി ഗാന്ധിജി അവർ വൈസ്രോയിമേ ക്യാ ബാത്ത് ഹുയി. അവർ തമ്മിലുള്ള സംസാരം എന്തായിരുന്നു? പ്രധാന വിഷയങ്ങളൊന്നും വന്നില്ല. ലേക്കിൻ യഹ് ഖബർ ബഡെ ബഡെ അക്ഷരമേ ഥി കി ഗാന്ധിജി കി പ്രിയ ഘടി ചോരി ചലി ഗയി. പക്ഷേ പകരം വന്ന വാർത്ത ഇതായിരുന്നു: ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയി. ഹാലാക്കി കുച്ച് रोज बाद चोर ने सबरमती आश्रम जाकर गांधी जी को अपनी घड़ी लौटा दिया. ഹാലാക്കി എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കള്ളൻ സബർമതി ആശ്രമത്തിൽ ചെന്നിട്ട് ഗാന്ധിജിയുടെ വാച്ച് തിരിച്ചേൽപ്പിച്ചു. അവർ അപ്പന നാഷ്ത യാനി മാൽ ഢാൽ നഹി, തങ്ങളുടെ നാഷ്ത, അതായത് ഒരു ഇന്ത്യൻ പൗരൻ്റെ പ്രഭാത ഭക്ഷണം എന്തല്ല, വലിയ ഒരു ഫീസ്റ്റ്. മാൽ ഢാൽ എന്ന് പറഞ്ഞാൽ സദ്യ, ഫീസ്റ്റ് അല്ല. പിന്നെ എന്തായിരിക്കും? ബക്രി കാ ദൂത്ത്, വെറും തൈര്. തൈര് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ ഭക്ഷണം ഒന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. ക്യോങ്കി ഭാരത് की गरीब जनता को यही उपलब्ध है. ഭാരതത്തിലെ ദരിദ്രരായ ജനങ്ങൾക്ക് തൈര് തുടങ്ങിയ ആഹാരങ്ങൾ മാത്രമാണ് ലഭിച്ചിരുന്നത്, സദ്യ അല്ലായിരുന്നു. വൈസെ इसका एक अर्थ यही भी हो सकता है कि हिंदुस्तान के लोग अपनी मेहनत की खाते हैं. നമ്മൾ ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് കഴിക്കുന്നത്. ജബ്കി ബ്രിട്ടീഷ് ജൈസി സാമ്രാജ്യവാദി ദൂസരോं की लूट पर ऐश करते हैं. പക്ഷേ ബ്രിട്ടീഷുകാരോ എങ്ങനെയാണ്? മറ്റുള്ള രാജ്യങ്ങളെ കോളനികളാക്കി അവരെ ചൂഷണം ചെയ്ത് ആ പണം കൊണ്ട് ഏഷ്കർന, അവർ ആർഭാടമായി ജീവിക്കുന്നു. പക്ഷേ ഇന്ത്യക്കാരോ സ്വന്തം മെഹനത്ത്, പരിശ്രമിച്ചുണ്ടാക്കുന്നതാണ് അവർ കഴിക്കുന്നത്. गांधी का यह मज़ेदार किस्सा मैंने लेपियर और कोलिन की पुस्तक ഫ്രീഡം ഓഫ് മിഡ് നൈറ്റ് में पढ़ा. അപ്പോൾ നമ്മുടെ റൈറ്റർ ഈ ഒരു പാഠഭാഗം, അതായത് ഈ ഒരു ഭാഗം വായിച്ചത് ഫ്രീഡം ഓഫ് മിഡ് നൈറ്റ് എന്ന ബുക്കിൽ നിന്നാണ്. അച്ചി കിതാബ് ഹെ, നല്ലൊരു പുസ്തകമാണ്. കഹി മിലേത്തോ ജറൂർ പഠന, ഇത് എവിടെയെങ്കിലും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും വായിക്കണം എന്നൊരു സന്ദേശം കൂടി നമ്മുടെ റൈറ്റർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലേഖമാണ്, ആർട്ടിക്കിളാണ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂട്ടുകാർക്ക് പാഠഭാഗം മനസ്സിലായി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സെഗ സ്റ്റഡീസ്.